ഹായ് ഡിയേഴ്സ്, ഇതെൻ്റെ ആദ്യത്തെ ചാനലും ആദ്യത്തെ വീഡിയോയുമാണ്. അതിൻ്റേതായ പാകപ്പിഴകൾ കണ്ടേക്കാം. പിറകെ വരുന്ന വീഡിയോകളിൽ അത് തിരുത്താൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. ദുബായിലെത്തിയിട്ട് ഞങ്ങളുടെ ഒരു ദിവസം അബുദാബി ക്ഷേത്രവും പള്ളിയും സന്ദർശിക്കാനായി ഇറങ്ങി. പ്രസിദ്ധമായ ബാബ്സ് ഹിന്ദു മന്ദിർ. അടുത്ത കാലത്തായാണ് ഈ ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത്. ക്ഷേത്രത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് കർശനമായ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് അവിടെ ഉള്ളത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ശക്തമായ വെയിലും ചൂടും ഉണ്ടായിരുന്നെങ്കിലും ക്ഷേത്രം കണ്ട സന്തോഷത്തിൽ അതൊന്നും കാര്യമാക്കിയില്ല. ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പായി പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിനായി വിശാലമായ ഷെൽഫുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നിറങ്ങുമ്പോൾ മുൻവശത്തായി കുറച്ച് ക്ഷേത്രമണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിശാലമായ പടിക്കെട്ടുകൾ കയറി ക്ഷേത്രസന്നിധിയിൽ എത്തുന്നു. അമ്പലത്തിനുള്ളിൽ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിനകവും പുറവും കൊത്തുപണികളുടെ വലിയ ഒരു ശേഖരം തന്നെയാണ് ഉള്ളത്. പ്രഗത്ഭരായ നിരവധി ആളുകളുടെ കരവിരുതും അവരുടെ ഹാർഡ് വർക്കും ഈ ക്ഷേത്രത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഓരോ വിഗ്രഹങ്ങളും സ്ഥാപിച്ചിരുന്നത്. അവിടുത്തെ ഓരോ ഗോപുരങ്ങളും മണ്ഡപങ്ങളും ഒരു വെണ്ണക്കൽ ശില്പം പോലെ മനോഹരമായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അവിടെ ആഹാരം കഴിക്കാനായി വിശാലമായ ക്യാൻറ്റീൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മഹത്തായ ഒരു ക്ഷേത്ര ദർശനം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായി. ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അബുദാബിയിലെ പ്രസിദ്ധമായ മോസ്കിലേക്കാണ്. ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. നിരവധി ഇസ്ലാം മത വിശ്വാസികൾ വന്നു ചേരുന്ന പുണ്യഭൂമി. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മതവിശ്വാസത്തിനനുസരിച്ച് അവിടെ കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സ്ത്രീകളുടെ കൈയും കാലും മറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം. അബായയാണ് കൂടുതൽ ഉത്തമം. അതിനാൽ ഞങ്ങളും അവിടെ നിന്ന് അബായ വാങ്ങി. ഒരു ഷോപ്പിംഗ് മാൾ പോലെ നിരവധി കച്ചവട സ്ഥാപനങ്ങളും നമുക്കവിടെ കാണാം. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ വിശുദ്ധിയുടെ മഹനീയത വിളിച്ചോതുന്ന തൂവെള്ള നിറത്താൽ ശ്രേഷ്ഠമായിരുന്നു അവിടം.
ഏകദേശം 10 മിനിറ്റിന് ശേഷം ഞങ്ങൾ മോസ്കിൻ്റെ വിശാലമായ ഹാളിലെത്തി. അവിടെ നിരവധി മഹത്തരമായ ഗ്രാനൈറ്റുകളും മാർബിളുകളും കൊണ്ട് നിർമ്മിതികൾ വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഈ മോസ്കിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അവിടെയുള്ള ഷാൻലിയേഴ്സ് ആണ്. അതുപോലെ തന്നെ വിശാലമായ പ്രാർത്ഥനാ ഹാളും ഏറെ ആകർഷകമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർപ്പറ്റാണ് ഈ പ്രാർത്ഥനാ ഹാളിൽ വിരിച്ചിരിക്കുന്നത്. ഏകദേശം 5624 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ വിസ്തൃതി. 30 മില്യൺ ദിർഹം ആണ് ഈ കാർപ്പറ്റിൻ്റെ നിർമ്മാണ ചെലവ്. ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറത്ത് ക്ഷേത്രവും മോസ്കും ഒരേ ദിവസം കാണാൻ കഴിഞ്ഞ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതാണ്. ചിൽ ദെൻ, രമ്യ സൈനിങ് ഓഫ്.